അതുപോലെ ക്ലോസിംഗ് സെറമണി, സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ആ പ്രോഗ്രാം ആണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 3 ബാച്ചും വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. പലർക്കും പല വേദികളിൽ ചർച്ച ചെയ്യുന്ന ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് ആരംഭിക്കാൻ നമുക്ക് ഇടയായത്. പലരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു എങ്ങനെയുള്ള കലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി എങ്ങനെ നടത്തണം. അപ്പോൾ പലരും പറയും കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ, പല സ്ഥലത്തും കമ്പ്യൂട്ടർ മാത്രം പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ, സന്ദീപ് പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളെ എങ്ങനെ എംപ്ലോയബിൾ ആക്കാം, ആ ഒരു ചിന്തയാണ് ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ട് എനേബിലിറ്റി ആയിട്ടുള്ള കൊളാബറേഷനിൽ ഈ ട്രെയിനിങ് ആദ്യം സ്കൂൾ കേന്ദ്രമാക്കി പരീക്ഷാടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഷിപ്പ്യാർഡ് ഇവിടെ വന്ന് ഓർബിറ്റില് അതിൽ നിന്നുള്ള സന്ദീപ് പറഞ്ഞ കുറെ അധികം ആളുകൾ പ്ലേസ്മെന്റ് ഉൾപ്പെടുത്തുന്നു. എങ്ങനെയാണ് പ്ലേസ്മെന്റിൽ ഉൾപ്പെട്ടത്? പ്ലേസ്മെന്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ്. ഈ പരിപാടി 4ാമത്തെ ഓർബിറ്റിന്റെ കേരള വാല്യൂ സൊസൈറ്റിയുടെ സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന വലിയൊരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് പക്ഷെ പുള്ളി ക്ലൈംബ് ചെയ്യാൻ ഭയങ്കര താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നു. അങ്ങനെ 2001 പുള്ളി മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൗണ്ട് എവറസ്റ്റ് ഇസ് ദ ഹൈസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. പുള്ളി വിഷ്വലി ഇംപയർഡ് ആയിരുന്നു, ബട്ട് ദാറ്റ് നോട്ട് സ്റ്റോപ്പ് ഹിം. അപ്പോൾ പുള്ളിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തതെന്ന്. പുള്ളി പറഞ്ഞു, ദ മൗണ്ടൻ ഡസൻറ്റ് കെയർ വെദർ വി സീ ഓർ നോട്ട്, ഇറ്റ് ഓൺലി കെയർസ് ടു കീപ് ക്ലൈംബിങ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 2008 ആയപ്പോഴത്തേക്കും പുള്ളി എല്ലാ കോണ്ടിനെന്റ്സിലുള്ള എല്ലാ പീക്സും പുള്ളി ക്ലൈംബ് ചെയ്യും. അപ്പോൾ വേറെ സ്റ്റോറി ഞാൻ പറയാം. നിങ്ങളെല്ലാം ബീത്തോവനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ബീത്തോവൻ വേൾഡിലെ ഒരു ഫേമസ്, പുള്ളി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഹി ഫൗണ്ട് ന്യൂ വേസ് ഓഫ് ലിസണിങ്. അതായത് പുള്ളി പെൻസിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് സൗണ്ട് കൂട്ടി വെച്ചിട്ട് പുള്ളി ആ നോട്ട്സിന്റെ വൈബ്രേഷൻസ് കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു. His fallback or the fallback that he chose, really composition ആയ ലൈൻ സിംഫണി പുള്ളി അവതരിപ്പിച്ചത്. കേരള ബ്ലൈൻഡ് സൊസൈറ്റി ഓർബിറ്റും നമ്മുടെ പഞ്ചായത്തിലെ തന്നെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ സുദീർഘമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ ബ്ലൈൻഡ് സൊസൈറ്റി ഇവിടെ നടത്തുന്നത്. അതുവഴി നമുക്ക് അറിയാം, കാലഘട്ടത്തിനനുസൃതമായിട്ട് ഓർബിറ്റ് മുൻകാലങ്ങളിൽ കുറെ വർഷങ്ങൾക്ക് മുൻപാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് തന്നെ അതുപോലെ ഇൻസ്ട്രക്ടേഴ്സ്, കുട്ടികൾ, തടസ്സങ്ങൾ ഒന്നുമില്ലാതെ 4ാമത്തെ ബാച്ച് നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു. 2021 നമ്മൾ വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി കോളേജ് തൊട്ടപ്പുറത്തെ മുറിയിലാണ് ലാബൊക്കെ സജ്ജീകരിച്ച് ആദ്യത്തെ കോഴ്സ് സംഘടിപ്പിച്ചത്. അതിനുശേഷം ആണ് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞതുപോലെ ഓർബിക്ക് അവിടെ കുട്ടികൾക്ക് ചില കരകൗശല വിദ്യകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ടായിരുന്നു. പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി ഇതിനെ കുട്ടി കിടക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ഓർബിക്ക് റിവൈവലിനെ പറ്റി ആലോചിക്കുന്നു. അപ്പോൾ ആണ് നമുക്കറിയാം, കാഴ്ച പരിമിതർക്കും അംഗപരിമിതർക്കും എല്ലാം ഗവൺമെന്റ് ജോലികളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി 75% മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനിയും 75% അഞ്ചുമായിട്ട് പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ.
കണ്ടു. നിങ്ങൾ തന്നെ നോട്ടീസ് അടിക്കാനും അതുപോലെ ആളുകളെ ക്ഷണിക്കാനും എല്ലാവർക്കും അതിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. CML എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് ഓഫ് ലൈഫ്സ് ഓഫ് വിഷ്വലി ഇമ്പാക്ട് പ്ലസ് ലോ വിഷൻ ഇൻടു ആക്ടീവ് സിറ്റിസൺ. അതായത് കാഴ്ചപരിമിതിയുള്ള ആൾക്കാരുടെ ജീവിതം ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നേരത്തെ ജോർജ് സാറും തോമസ് മെറ്റിക് സാറും പറഞ്ഞ പോലെ കേരള ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അന്ന് തന്നെ വിചാരിക്കുന്നത് ഒന്നുകൂടെ പറയാം. സെഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം, അതായത് വോയിസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് നമുക്കിപ്പോൾ ഒരു 80-86ഓളം പേര്. ഇത് മൊത്തത്തിൽ നമുക്ക് കഴിയുന്നു. അറ്റ് ടൈം നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഭാഗത്ത് ഫീഡ്ബാക്ക് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മളെ വൈഷ്ണവ് I have studied on CG Kerala. I have a question. How do you project what field? കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ടീം പാട്ട് കമ്മ്യൂണിറ്റി പ്രൊജക്ട് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുക, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വളരെ റിലവൻ്റ് ആയ ഒരു പ്രോബ്ലമാണ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ്. അപ്പോൾ അത് നല്ലൊരു എമൗണ്ട്, ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, ഒരു 10,000 എടുത്തതിൻ്റെ 8,000 മെന്നാണ്. ഒരു 1 ഇയർ ഇതാണ് നിങ്ങൾ എടുത്തത്. അപ്പോൾ അത് വളരെ റിലവൻ്റ് ആയ ഒരു സോഷ്യൽ കോസ് തന്നെയാണ്. അപ്പോൾ അതിനെങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കാം, അങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്തു, അതിനായി നിങ്ങൾ ശ്രമിച്ചു. അതിന് വളരെ വെൽ പ്ലാൻഡ് എന്ന രീതിയിൽ നമ്മൾ അവയർനെസ് എന്ന് പറയുന്ന മാക്സിമം കവറേജ് ആണ്, എണ്ണമല്ല, എണ്ണത്തിനേക്കാളും എത്രത്തോളം വ്യാപ്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സോഷ്യലി വളരെ നല്ലൊരു നിങ്ങളുടെ ഏരിയ കൂട്ടാമായിരുന്നു. കുട്ടമശ്ശേരി മാത്രം സെലക്ട് ചെയ്യാണ്ട് നമ്മൾ കേരളത്തിന്റെ മുമ്പിൽ ആകുന്നതാണ്. Thank you. So I request everybody to please give from Pandur. We Group 2 would like to proudly present our community project Safety First. As part of our foundation course project, our team consists of 5 members. They are Anupriya Suresh, team leader, Jerry Anil, Afna Sri, Kailas S, and myself, Fatima PK. I invite Kailas S to give an introduction of our community project. That was our project. So I am inviting Mr. Javalani to give a
go on about it. We want to people know traffic rules and learn about road safety and signals. Our aim is to reduce accidents. Our aim is to Divided our duties, but we all work as a teamwork. Because if any person is not able to do that work that time, you just leave it with the help of others. So our main aim is to focus group learning students. Many people and waiting for the response. It was difficult to arrange resource person, but we tried to different option, and the next challenge was traveling to Venu. ഇപ്പൊ കേൾക്കാവോ? Sure. ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അതുപോലെ തന്നെ പാലക്കാട് ചിറ്റൂര് എന്തിനാ സെലക്ട് ചെയ്തത്? എന്താ? Actually, March 8, the end of this. So they are explaining about what is going to happen and volunteers are moving around. So the technical difficulty so we explain theory എങ്ങനെയാണ് road safety ഓഡിയോ ക്ലിയർ അല്ല, ഇവരെല്ലാവരും ഓക്കെ. ഇവിടെ എല്ലാവരും